തനിക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസ് അടിസ്ഥാനരഹിതമാണെന്നും ഇത് കൃത്യമായ ഗൂഢാലോചനയാണെന്നും മെന്റലിസ്റ്റ് ആദി ദുബായിൽ പറഞ്ഞു. നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിരുന്നു. ഈ വിഷയത്തിൽ തന്നെ പ്രതികരിക്കാൻ സമ്മതിച്ചില്ലെന്നും ആദി കൂട്ടിച്ചേർത്തു. ദുബായിൽ ജെയിൻ ടിവി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ജുമാറിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. മെന്റലിസം ഷോയുടെ പേരിൽ 35 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മെന്റലിസ്റ്റ് ആദി വ്യക്തമാക്കി. ഷോയുടെ 1 വർഷത്തെ നിർമ്മാണ കരാർ എക്സ്ക്ലൂസീവ് ആയി നൽകണമെന്ന ആവശ്യം നിരസിച്ചതിലുള്ള വിരോധമാണ് ആരോപണത്തിന് കാരണം. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. തന്നെ പ്രതികരിക്കാൻ പോലും സമ്മതിച്ചില്ലെന്നും മെന്റലിസ്റ്റ് ആദി ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കത്തി നിൽക്കുമ്പോഴാണല്ലോ മനസ്സ് വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മനസ്സുകൊണ്ട് തളർന്നു പോയിരുന്നോ? എനിക്ക് വിഷമായത് ഞാൻ വിദേശത്തായിരുന്നു. എന്നെ പ്രതികരിക്കാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. ഈ ക്രോസ് ചെക്ക് ചെയ്യുക, ഒരു വെരിഫൈ ചെയ്യുക എന്നുള്ളൊരു ഭാഗം ഇപ്പം മീഡിയയ്ക്കില്ല. മാധ്യമധർമ്മം ഒരിക്കലും പാലിക്കപ്പെട്ടിട്ടാ. നമ്മളൊക്കെ അറിയാവുന്ന ആളുകളാണ്. ഈ ഓരോ മീഡിയയുടെയും തലപ്പത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ പേഴ്സണൽ ഫേവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം വൺ കോൾ ലൈക്ക് ഈ ക്രോസ് ചെക്ക് ചെയ്യുക, ഒരു വെരിഫൈ ചെയ്യുക എന്നുള്ളൊരു ഭാഗം ഇപ്പം മീഡിയയ്ക്കില്ല. അത് വേണ്ട. സോഷ്യൽ മീഡിയയുടെ ലെവലിലേക്ക് മാധ്യമം താഴ്ന്നു പോകേണ്ട കാര്യമില്ല. ഇത് ഒരു തേർഡ് റേറ്റ് രീതിയിൽ അധപ്പതിക്കരുത് എന്നുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതേസമയം വിവാദം വന്നപ്പോൾ തന്റെ മാതാപിതാക്കളെ ഓർത്ത് മാത്രമാണ് തനിക്ക് ആശങ്ക ഉണ്ടായതെന്ന് ഷോയുടെ സംവിധായകനും പ്രമുഖ സിനിമാ സംവിധായകൻ കൂടിയായ ജിസ് ജോയ് പറഞ്ഞു. ഞാൻ കൂടുതലും ആശങ്കപ്പെട്ടത് എൻ്റെ പ്രായം ചെന്ന പാരൻസിൻ്റെ കാര്യത്തിലാണ്. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുട്ടികൾക്കും എന്നെ അറിയാം. അവർ ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല, എന്നെ ഹഗ് ചെയ്യുക മാത്രമേ ചെയ്തത്. പക്ഷേ എൻ്റെ പാരൻസും അമ്മയും ഡെയിലി രാവിലെ പള്ളിയിൽ പോകുന്നവരാണ്. അവരോട് വന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ അവർക്ക് ഞാൻ കൊടുക്കുന്ന പോലത്തെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റില്ല. അവരുടെ ഒരു റൊട്ടീനും അവരുടെ ഒരു ശീലങ്ങളും ഞാൻ മനസ്സാവാചി അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിന് മുടങ്ങിപ്പോകരുത് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു എൻ്റെ ആശങ്ക. സുഹൃത്തുക്കളെ മനഃപൂർവ്വം കേസിൽ ഫ്രെയിം ചെയ്തു. മീഡിയയ്ക്ക് വേണ്ടി സംസാരിച്ച ദല്ലാളന്മാരെ അറിയാം. നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിരുന്നു. തന്റെ മൗനത്തിന് എല്ലാവരും ഉത്തരം പറയേണ്ടി വരും. സ്റ്റേജ് ഷോ ഇല്ലാത്ത സമയമായിരുന്നുവെങ്കിൽ തനിക്ക് വിഷാദം വരുമായിരുന്നുവെന്നും ആദി കൂട്ടിച്ചേർത്തു. ഷോസ് ഇപ്പം ഇല്ലാത്തൊരു സമയമാണെങ്കിൽ അവിടെ പിന്നെ വേസ്റ്റ് ഡിപ്രസ് സ്റ്റേറ്റ്. ഞാൻ ചിലപ്പോൾ വല്ല സൂയിസൈഡ് ചെയ്യാൻ ആലോചിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നാണക്കെടുണ്ട്. എന്തായാലും കൂടുതൽ തിളക്കം നൽകുന്ന വാക്കുകളാണ് രണ്ടുപേരും നൽകിയിരിക്കുന്നത്. ദുബായിൽ നിന്നും ക്യാമറമാൻ ധനേഷിനൊപ്പം എൽവിസ് ജുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Jumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.